ഒരു വശത്ത് സാക്ഷാൽ റഷ്യ, മറുവശത്ത് വിശ്വസ്തനായ UAE. ഇടവും വലവും ലോകത്തെ വിറപ്പിക്കുന്ന കരുത്തന്മാർ ഇന്ത്യയുടെ കാവൽക്കാരായി ഒപ്പം നിൽക്കുമ്പോൾ എന്ത് മനോഹരമായ കാഴ്ചയാണത് അല്ലേ? അമേരിക്കയും പാശ്ചാത്യ ശക്തികളും ചേർന്ന് ഇന്ത്യയെ തളയ്ക്കാൻ കോട്ടകെട്ടി കാത്തുനിന്ന നിമിഷത്തിലാണ് ലോകത്തെ അമ്പരിപ്പിച്ചുകൊണ്ട് ഈ മഹാസൗഹൃദത്തിന്റെ പുതിയ സമവാക്യം പിറവിയെടുത്തത്. അയ്യോ, ട്രംപ് ഇതെങ്ങനെ സഹിക്കുമെന്ന് ശത്രുരാജ്യങ്ങൾ അസൂയോടെയും പകയോടെയും തലയിൽ കൈവച്ച് ചോദിച്ച മാസ് കഥയാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ലോകത്തിന്റെ എണ്ണ ഗതാഗതത്തിന്റെ ജീവനാഡിയായ ഹോർമൂസ് കടലെടുക്ക് യുദ്ധം കാരണം അടഞ്ഞു പോയപ്പോൾ സാമ്പത്തിക വിദഗ്ധരെല്ലാം വിധിയെഴുതി. ഇനി ഇന്ത്യ കത്താൻ പോവുകയാണ്, ഇന്ത്യ വിപണി തകരും. എന്നാൽ അമേരിക്കയുടെ സകല ഉപരോധങ്ങളെയും താരിഫ് ഭീഷണികളെയും പുല്ലുപോലെ കാറ്റിൽ പറത്തിക്കൊണ്ട് നരേന്ദ്രമോദി സർക്കാർ കളിച്ച മാസ്റ്റർ പ്ലാൻ ഉണ്ടല്ലോ, അത് കേട്ടാൽ നിങ്ങൾ ശരിക്കും ഞെട്ടിപ്പോകും. പടിഞ്ഞാറൻ ഉപരോധങ്ങളുടെ നടുവിൽ ശ്വാസം കിട്ടാതെ പിടഞ്ഞ റഷ്യൻ കമ്പനികൾക്ക് മുന്നിലേക്ക് ഇന്ത്യയുടെ വമ്പൻ കമ്പനികൾ അവരുടെ രക്ഷകരായി അവതരിക്കുകയായിരുന്നു. മാർച്ച് മുതൽ ജൂൺ വരെയുള്ള മാസങ്ങളിൽ മാത്രം ഏകദേശം 24.5 കോടി ബാരൽ ക്രൂഡ് ഓയിലാണ് റഷ്യ ഇന്ത്യയിലേക്ക് ഒഴുക്കിയത്. റഷ്യയ്ക്കത് ജീവശ്വാസമായപ്പോൾ ഇന്ത്യക്കത് സുരക്ഷിതമായി. റഷ്യയ്ക്ക് പുറമെ 5.85 കോടി ബാരൽ എണ്ണയുമായി UAEയും സൗദി അറേബ്യയും ബ്രസീലും വെനസ്വേലയും ഒക്കെ ഇടവും വലവും ഉറച്ചു നിന്നപ്പോൾ പ്രതിസന്ധികളെ അവസരമാക്കി മാറ്റിയ ഒരു ലോക മഹാശക്തിയായി നമ്മുടെ ഇന്ത്യ ഉയരുകയായിരുന്നു. ഒരൊറ്റ മേഖലയെ മാത്രം ആശ്രയിച്ചിരുന്ന പഴയ ഇന്ത്യ അല്ല ഇത്. സ്വന്തം രാജ്യത്തെ 140 കോടി ജനങ്ങൾക്ക് വേണ്ടി ആഗോള ശക്തികളുടെ കണ്ണുരുട്ടലിന് മുന്നിൽ മുട്ടുകുത്താത്ത പുതിയ ഇന്ത്യയാണിത്. ശത്രുക്കളുടെ നെഞ്ചത്ത് തീ കോരിയിട്ട ഈ ചരിത്ര നേട്ടത്തിന്റെ മുഴുവൻ രഹസ്യങ്ങളും വമ്പൻ കണക്കുകളുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. പശ്ചിമേഷ്യയിൽ ഇറാനും അമേരിക്കയ്ക്കും ഇടയിൽ യുദ്ധം രൂക്ഷമാവുകയും ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ ഗതാഗത പാതയായ ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കപ്പെടുകയും ചെയ്തപ്പോൾ ആഗോള സാമ്പത്തിക വിദഗ്ധർ പ്രവചിച്ചത് ഇന്ത്യയിൽ കടുത്ത ഊർജ്ജ പ്രതിസന്ധി ഉണ്ടാകുമെന്നായിരുന്നു. എന്നാൽ പാശ്ചാത്യ രാജ്യങ്ങളുടെ സമ്മർദ്ദങ്ങൾക്കും ഭീഷണികൾക്കും വഴങ്ങാതെ സ്വന്തം രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കാൻ ഇന്ത്യ കാണിച്ച നയതന്ത്ര പക്വതയാണ് ആഗോളതലത്തിൽ ശ്രദ്ധ നേടുന്നത്. ഹോർമൂസ് അടഞ്ഞതോടെ ഉയർന്നു വന്ന വൻ വെല്ലുവിളിയെ മറികടക്കാൻ റഷ്യ, UAE, സൗദി അറേബ്യ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ എന്നിവരെ ഒപ്പം നിർത്തി ഇന്ത്യ തീർത്തത് ആഗോള ഊർജ്ജ ഭൂപടത്തിലെ പുതിയൊരു സമവാക്യമാണ്. സ്വന്തം ആവശ്യത്തിനുള്ള ക്രൂഡ് ഓയിലിന്റെ 90% വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്ന രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. ഇതിന്റെ സിംഹഭാഗവും എത്തിയിരുന്നത് പശ്ചിമേഷ്യയിലെ തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്ക് വഴിയായിരുന്നു. എന്നാൽ ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധം രൂക്ഷമായതോടെ ആ ജീവനാഡി പൂർണ്ണമായി അടഞ്ഞുപോയി. ചരിത്ര പ്രസിദ്ധമായ പാത അടഞ്ഞതോടെ ലോകത്തിലെ സാമ്പത്തിക വിദഗ്ധരെല്ലാം ഒരേ സ്വരത്തിൽ പറഞ്ഞത് ഇന്ത്യ കടുത്ത ഊർജ്ജ പ്രതിസന്ധിയിലേക്ക് വീഴുമെന്നായിരുന്നു. ഏപ്രിൽ ജൂൺ മാസത്തിൽ ഹോർമൂസ് വഴിയുള്ള ഇറക്കുമതിയിൽ 27% കൂറ്റൻ ഇടിവാണ് അന്നുണ്ടായത്. പ്രതിദിനം സപ്ലൈ 15.5 ലക്ഷം ബാരലിലേക്ക് ചുരുങ്ങിയ കറുത്ത നാളുകളിലാണ് ഇന്ത്യ തങ്ങളുടെ തന്ത്രങ്ങൾ മാറ്റിമറിച്ചത്. അമേരിക്കയുടെ ഭാഗത്തു നിന്ന് കടുത്ത ഉപരോധങ്ങളും ഉയർന്ന താരിഫ് ഭീഷണികളും ഉണ്ടായിരുന്നിട്ടും നരേന്ദ്രമോദി സർക്കാർ അതൊന്നും വകവെച്ചില്ല. റഷ്യയിൽ നിന്ന് വൻതോതിൽ എണ്ണ വാങ്ങാൻ ഇന്ത്യ തീരുമാനിച്ചതോടെ കളിയുടെ ഗതി തന്നെ മാറി. ജൂണിൽ മാത്രം പ്രതിദിനം ശരാശരി 26.4 ലക്ഷം ബാരൽ എണ്ണയാണ് റഷ്യയിൽ നിന്ന് ഇന്ത്യയിലെത്തിയത്. അതായത് ജൂണിൽ ഇന്ത്യ ആകെ ഇറക്കുമതി ചെയ്ത 52 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ പകുതിയിലധികം റഷ്യയിൽ നിന്നായിരുന്നു. മാർച്ച് മുതൽ ജൂൺ 30 വരെയുള്ള 4 മാസത്തെ കണക്കുകൾ പരിശോധിച്ചാൽ ഇന്ത്യയിലേക്ക് ഏറ്റവും കൂടുതൽ എണ്ണ എത്തിച്ച ഒന്നാമത്തെ രാജ്യം റഷ്യയാണ്. ഏകദേശം 24 കോടി ബാരൽ ക്രൂഡ് ഓയിലാണ് റഷ്യ നൽകിയത്. പടിഞ്ഞാറൻ ഉപരോധങ്ങളും കരിങ്കടലിലെ ആക്രമണങ്ങളും കാരണം കടുത്ത പ്രതിസന്ധിയിലായ റഷ്യൻ കമ്പനികൾക്ക് മുന്നിലേക്ക് ഇന്ത്യൻ കമ്പനികൾ രക്ഷകരായി എത്തിയപ്പോൾ അത് റഷ്യൻ സമ്പദ് വ്യവസ്ഥയ്ക്കും ജീവശ്വാസമായി മാറി. റഷ്യയോടൊപ്പം തന്നെ ഇടതും വലവും ഉറച്ചു നിന്ന മറ്റൊരു ശക്തിയാണ് UAE. 5 കോടി ബാരൽ എണ്ണയുമായി UAE ഈ പട്ടികയിൽ 2ാം സ്ഥാനത്ത് തിളങ്ങി നിൽക്കുമ്പോൾ സൗദി അറേബ്യയും ചെങ്കടൽ തീരത്തെ യാംബു തുറമുഖം വഴി ഇന്ത്യയിലേക്ക് തുടർച്ചയായി എണ്ണ എത്തിച്ചു. ഇതിനു പുറമെ ലാറ്റിൻ അമേരിക്കൻ ശക്തികളായ ബ്രസീൽ, വെനസ്വേല എന്നിവരും ആഫ്രിക്കൻ രാജ്യമായ
അങ്കോളയും കൂടി ചേർന്നതോടെ ഇന്ത്യയുടെ നോൺ ഹോർമൂസ് സ്രോതസ്സുകളിൽ നിന്നുള്ള ഇറക്കുമതി 8% വർദ്ധിച്ചു. പ്രതിദിനം ശരാശരി 22 ലക്ഷം ബാരൽ എണ്ണയാണ് ഈ ബദൽ മാർഗങ്ങളിലൂടെ ഇന്ത്യയിലേക്ക് ഒഴുകിയെത്തിയത്. ഇനി ഇതിന്റെയെല്ലാം ഏറ്റവും വലിയ ക്ലൈമാക്സ് എന്താണെന്ന് അറിയാമോ? പശ്ചിമേഷ്യയിൽ നിന്നുള്ള മൊത്തം ഇറക്കുമതി വിഹിതം 41% നിന്ന് 31% കുത്തനെ താഴുകയും അതേസമയം നോൺ ഹോർമൂസ് സ്രോതസ്സുകൾ വഴിയുള്ള വരവ് കുത്തനെ ഉയരുകയും ചെയ്തത് വഴി ഇന്ത്യ വിപണിയെ പൂർണ്ണമായും തങ്ങളുടെ വരുതിയിലാക്കി. ഒരൊറ്റ മേഖലയെ മാത്രം ആശ്രയിച്ചിരുന്ന പഴയ അവസ്ഥയൊക്കെയാണ് ഇന്ത്യ ഇവിടെ തച്ചുടച്ചത്. അമേരിക്കയുടെ സാമ്പത്തിക താരിഫ് ഭീഷണികളെയും ഭയപ്പെടുത്തലുകളെയും തൃണവൽക്കരിച്ച് മുന്നോട്ട് പോയത് വഴി സ്വന്തം വിദേശ നയത്തിൽ ഇന്ത്യ പുലർത്തുന്ന പരമാധികാരവും നിഷ്പക്ഷതയുമാണ് ലോകത്തിനു മുന്നിൽ ഒരിക്കൽ കൂടി തെളിയിക്കപ്പെട്ടത്. ആഗോള സമ്മർദ്ദങ്ങൾക്ക് മുന്നിൽ മുട്ടുകുത്താതെ രാജ്യത്തെ 140 കോടി ജനങ്ങൾക്ക് താങ്ങാനാവുന്ന വിലയിൽ ഇന്ധനം ഉറപ്പാക്കുക എന്ന പ്രാഥമിക ഉത്തരവാദിത്തം നിറവേറ്റാൻ നരേന്ദ്രമോദി സർക്കാരിന് സാധിച്ചു എന്നത് ഈ പ്രതിസന്ധി കാലത്തെ ഏറ്റവും വലിയ നേട്ടം തന്നെയാണ്. ഒരൊറ്റ മേഖലയെ മാത്രം ആശ്രയിക്കാതെ ആഗോളതലത്തിൽ തങ്ങളുടെ ഇന്ധന സ്രോതസ്സുകളെ വ്യാപിപ്പിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിരിക്കുന്നു. റഷ്യയും സൗദിയും UAEയും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളും ഒക്കെ കൈകോർത്തപ്പോൾ പ്രതിസന്ധികളെ അവസരമാക്കി മാറ്റിയ ഒരു മഹാരാജ്യമായി ഇന്ത്യ മാറുകയായിരുന്നു. വരാനിരിക്കുന്ന കാലത്തും തന്ത്രപ്രധാനമായ ഇത്തരം നീക്കങ്ങൾ ആഗോളതലത്തിൽ ഇന്ത്യയുടെ ശക്തി വർദ്ധിപ്പിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഈ വലിയ ഊർജ പ്രതിസന്ധിയെയും പുതിയ സമവാക്യങ്ങളെയും കുറിച്ച് പറയുമ്പോൾ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച മറ്റൊരു നിർണായകമായ യാഥാർത്ഥ്യം കൂടി തിരിച്ചറിയേണ്ടതുണ്ട്. അതായത് പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ ഉപരോധങ്ങൾക്കിടയിലും റഷ്യയിൽ നിന്ന് ഇത്രയധികം എണ്ണ വാങ്ങാൻ ഇന്ത്യ കാണിച്ച ധൈര്യത്തിന് പിന്നിൽ ഒരു കച്ചവട കണ്ണു മാത്രമല്ല ഉണ്ടായിരുന്നത്, മറിച്ച് അമേരിക്കയുടെ ഡോളർ ആധിപത്യത്തെ മറികടന്നുകൊണ്ടുള്ള ചില സുപ്രധാന സാമ്പത്തിക നീക്കങ്ങൾ കൂടിയായിരുന്നു അത്. അതായത് റഷ്യയുമായുള്ള ഈ എണ്ണ ഇടപാടുകളിൽ ഡോളറിന് പകരം സ്വന്തം നാണ്യമായ രൂപയിലും റൂബിളിലുമുള്ള വ്യാപാര സാധ്യതകളിലേക്ക് ഇന്ത്യ പതുക്കെ ചുവടുവെക്കുകയായിരുന്നു. അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധങ്ങളുടെ വലിപ്പച്ചെറുപ്പങ്ങൾ നോക്കി നിൽക്കാതെ അന്താരാഷ്ട്ര വിപണിയിലെ തങ്ങളുടെ പരമാധികാരം എങ്ങനെ സംരക്ഷിക്കാമെന്ന് ഇന്ത്യ ഇതിലൂടെ ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. വാസ്തവത്തിൽ യുക്രൈൻ യുദ്ധത്തിന് ശേഷം റഷ്യയുടെ പ്രധാന കയറ്റുമതി വിപണികളിൽ യൂറോപ്പും അമേരിക്കയും പൂർണ്ണമായി അടഞ്ഞുപോയപ്പോൾ ഇന്ത്യയും മറ്റുമാണ് ആ റഷ്യൻ സമ്പദ് വ്യവസ്ഥയെ വെള്ളത്തിന് മുകളിൽ നിർത്തിയത്. ഇതിൽ ഇന്ത്യയുടെ പങ്ക് തികച്ചും തന്ത്രപരമായിരുന്നു. തങ്ങൾക്ക് കുറഞ്ഞ വിലയിൽ ക്രൂഡ് ഓയിൽ ലഭിക്കുകയും ചെയ്തു. ഒപ്പം പ്രതിസന്ധിയിലെ ഒരു രാജ്യത്തിന് താങ്ങാവുകയും ചെയ്തു. ഇതുപോലെ തന്നെയാണ് UAEയുടെയും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുടെയും കാര്യം. വെനസ്വേലയുടെ മേൽ അമേരിക്ക കടുത്ത ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിട്ടും ഇന്ത്യ അവിടുന്ന് പോലും തന്ത്രപരമായി എണ്ണ എത്തിച്ചു. അതായത് ആഗോള ഊർജ വിപണിയിലെ ഏതൊരു രാജ്യവുമായും സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് വ്യാപാരം നടത്താൻ ഇന്ത്യക്ക് ഭയമില്ലെന്ന ശക്തമായ സന്ദേശമാണ് ഈ സംഭവം അമേരിക്കൻ ഭരണാധികാരികൾക്ക് നൽകിയത്. ഈ പറഞ്ഞാൽ ഹോർമൂസ് കടലിടുക്കിലെ യുദ്ധവും പ്രതിസന്ധികളും ഇന്ത്യയെ തളർത്തുമെന്ന് കരുതിയവർക്കെല്ലാം കാലം നൽകിയ ഏറ്റവും ശക്തമായ മറുപടിയാണിത്. പ്രതിസന്ധികളെ ഭയന്നൊളിച്ചിരിക്കാതെ അവയെ അവസരങ്ങളാക്കി മാറ്റി ആഗോള രംഗത്ത് ഇന്ത്യ തങ്ങളുടെ നയതന്ത്ര ഭാരം എത്രത്തോളം ഉണ്ടെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. ട്രംപ് കണക്കുകൂട്ടിയ വലിയ തന്ത്രങ്ങളൊക്കെ ഇപ്പോൾ എവിടെയാണെന്ന് അറിയാൻ വല്ലാത്തൊരു കൗതുകമുണ്ട്. ഞങ്ങൾ ഉപരോധം ഏർപ്പെടുത്തിയാൽ പിന്നെ ലോകത്ത് ആരും ആ രാജ്യത്ത് നിന്ന് ഒരു തുള്ളി എണ്ണ പോലും വാങ്ങില്ല എന്നായിരുന്നു ട്രംപും കൂട്ടരും അഹങ്കരിച്ച് നടന്നിരുന്നത്. പക്ഷെ ആ ധാർഷ്ട്യത്തിന്റെ കൊമ്പൊടിച്ചുകൊണ്ട് ഇന്ത്യ നടത്തിയ മാസ് നീക്കം കണ്ടിട്ട് ട്രംപ് ഇപ്പോൾ തലയിൽ കൈവച്ച് ചോദിക്കുന്നുണ്ടാവും ഇതെന്ത് പറ്റിയെന്ന്. ലോകത്തെ വിരട്ടാം, ഉപരോധം കാണിച്ച് പേടിപ്പിക്കാം എന്നൊക്കെ ട്രംപ് കരുതിയിട്ടുണ്ടാകും. പക്ഷേ 140 കോടി ജനങ്ങളെ ഇന്ത്യയാണ് അദ്ദേഹം തൊട്ടുകളിച്ചത് എന്ന കാര്യം ട്രംപ് മറന്നുപോയി. അമേരിക്കയുടെ വിരട്ടലിനും താരിഫ് ഭീഷണിക്ക് മുന്നിൽ മുട്ടുകുത്താൻ ഇന്ത്യ തയ്യാറല്ല എന്ന് കണ്ടപ്പോൾ ട്രംപിന്റെ സമനില തന്നെ തെറ്റിയ മട്ടാണ്. ഞങ്ങൾ കൊട്ടിക്കലാശം കൊട്ടി നടപ്പിലാക്കിയ ഉപരോധങ്ങൾക്കെല്ലാം ഇന്ത്യ വെറും പുല്ലുപോലെ കാറ്റിൽ പറത്തുന്നത് കണ്ട് വാഷിംഗ്ടണിലെ കസേരകളിൽ ഇരുന്ന് അവർ ഇന്ന് വിയർക്കുകയാണ്. റഷ്യയിൽ നിന്നും വെനസ്വേലയിൽ നിന്നുമൊക്കെ ഇന്ത്യ പച്ചയ്ക്ക് എണ്ണ വാങ്ങി കൂട്ടുന്നത് കണ്ട് ഇതൊക്കെ എങ്ങനെ സഹിക്കാൻ പറ്റും എന്ന് ചോദിച്ച് അമേരിക്കൻ മാധ്യമങ്ങൾ പോലും ഇന്ന് ട്രംപിന്റെ നയങ്ങളെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ്. അമേരിക്കയുടെ കണ്ണുരുട്ടലുകളെയും സാമ്പത്തിക ഭീഷണികളെയും ഇന്ത്യ ഒരു നോക്കുകുത്തി മാത്രമായി കണ്ടു എന്നതാണ് ട്രംപിനെയും കൂട്ടർക്കും ഏറ്റവും വലിയ തിരിച്ചടി.
ഒരു കാലത്ത് ലോകത്തെ മുഴുവൻ വിരട്ടിയിറങ്ങിയിരുന്ന ആ ആധിപത്യത്തിന്റെ മുനയൊടിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു എന്നത് ചെറിയ കാര്യമല്ല. ട്രംപിന്റെ ഭീഷണികളെയും താരിഫ് കണക്കുകളെയും തൃണവൽക്കരിച്ച് സ്വന്തം രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷ ഒന്നാമത് വെച്ചുകൊണ്ട് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സർക്കാർ കാണിച്ച ആ ചങ്കുറപ്പാണ് യഥാർത്ഥത്തിൽ അമേരിക്കയുടെ നെഞ്ചത്ത് തീ കോരിയിട്ടിരിക്കുന്നത്. ആഗോള ഊർജ്ജ വിപണിയിലെ ഈ പൊളിച്ചെഴുത്ത് ട്രംപിന്റെ ഉറക്കം കെടുത്തുമെന്ന് ഉറപ്പാണ്. എന്തായാലും ഇന്ത്യയുടെ ഈ നേട്ടത്തെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.